ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുള്ള പഹൽഗാം ഭീകരാക്രമണത്തിൽ തലസ്ഥാനത്തും പ്രതിഷേധം വിരമ്പി. ഹിന്ദു ഐക്യവേദിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ ജനപങ്കാളിത്തം. ജീവൻ ബലി നൽകിയവർക്കായി 29 ചിരാതുകൾ തെളിയിച്ച് ശ്രദ്ധാഞ്ജലി. ഇസ്ലാമിക ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ശക്തമായ വികാരവും മാർച്ചിൽ അലയടിച്ചു. ഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ വീരബലിദാനികൾക്ക് ഹിന്ദു ഐക്യവേദിയുടെ ശ്രദ്ധാഞ്ജലി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും മൺചെരാതുകൾ തെളിഞ്ഞു. സാക്ഷിയായി ഹിന്ദുവായതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഭർത്താവിന്റെ മൃതദേഹത്തിനരികിലിരിക്കുന്ന പെൺകുട്ടിയുടെ ചിത്രം. രാഷ്ട്രവിരുദ്ധർക്ക് ശക്തമായ താക്കീതായി മാറി പ്രതിഷേധ മാർച്ച്. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ അധ്യക്ഷൻ ജി സനൽകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആ മരണത്തിനെതിരെ പ്രതികരിക്കാൻ കഴിവില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ഇന്ന് ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ രാജ്യത്ത് ഹൈന്ദവ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ നജിബുള്ളയെ പോസ്റ്റിൽ കെട്ടി തൂക്കിയതുപോലെ ഈ പറയുന്ന ഓരോ CPM നേതാവിനെയും പോസ്റ്റിൽ കെട്ടി തൂക്കും. ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിച്ചതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നശിപ്പിക്കപ്പെടും. കേരളത്തിലെ ഹൈന്ദവ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് AKG സെന്ററിന് ഇന്ന് സുരക്ഷിതത്വം ഉള്ളത്. ഭീകരതയുടെ മതം ഇസ്ലാമാണെന്നും കൊല്ലുന്നത് മതം ചോദിച്ചാണെന്നും ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി വഴിയിലെ ഉണ്ണി പറഞ്ഞു. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ VD സതീശനും ഗോവിന്ദനും പറയുന്നു ആ തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നുവെങ്കിൽ ആ തീവ്രവാദികൾ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിന്റെ മതം ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് നീ ഹിന്ദു ആണെങ്കിൽ അവനെ അപ്പോൾ വെടിവെച്ച് കൊന്നു. അതിനുശേഷം മറ്റു മതത്തിലെ മുസ്ലിം നാമധാരിയാണെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പെൺകുട്ടി പറയുകയാണ് എന്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നു, എന്നെ എന്തുകൊണ്ട് കൊല്ലുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ മതഭീകരവാദികളും മതവെറിയന്മാര് പറഞ്ഞ മറുപടി നിന്റെ ഭർത്താവിനെ ഞങ്ങൾ കൊന്നു, ഇനി ഞാൻ നിന്നെ കൊല്ലാത്തത് നീ പോയി മോദിയോട് പറയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോദിയോട് പറയാനുള്ള ആർജവം ആ പെൺകുട്ടിക്ക് ഉണ്ടായെങ്കിൽ അതിനുള്ള തക്കതായ മറുപടി കൊടുക്കാനുള്ള ആർജവം നരേന്ദ്രമോദിക്കുണ്ട് എന്ന് ഈ മതഭീകരവാദികളോട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ലോകം മുഴുവൻ വേദനിക്കുമ്പോഴും ജീവൻ ബലി നൽകിയവരെ അപഹസിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ നാടുകടത്തണമെന്ന് BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ. ഇത്തരത്തിലുള്ള സഖാക്കന്മാരെ MA ബേബിയെ പോലുള്ളവരെ ഈ രാജ്യത്ത് വെച്ച് ജീവിക്കുവാൻ കഴിയാതെ നാട് കടത്തേണ്ടതാണ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഈ തരത്തിൽ പറയുന്ന വേറൊരാളുണ്ട്, പ്രിയങ്കയുടെ ഭർത്താവ് എന്ന് പറയുന്ന റോബർട്ട് വധേര. അയാളും പറഞ്ഞത് കാശ്മീരിലെ ജനങ്ങള് വളരെ വേദനാജനകമായി ജീവിക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ സെക്രട്ടേറിയറ്റ് വരെ നടന്ന മാർച്ചിൽ നഗരസഭാ കൗൺസിലർമാരും സംഘപ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും ബഹുജനങ്ങളും അണിനിരന്നു. ജനം, തിരുവനന്തപുരം.